ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് തസ്കിയത്തുൽ വിൽദാനിലെ അൽ വഹദത്തുൽ ഊല ഒന്നാമത്തെ പാഠം. നമുക്ക് 7ാം ക്ലാസ്സിലെ പാഠബുക്ക് കഴിഞ്ഞ വർഷം പുതിയത് വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബുക്കിലുള്ള ഒരു മിസ്റ്റേക്ക് കാരണം നമുക്ക് വീഡിയോയിൽ കുറഞ്ഞ തെറ്റുകൾ വന്നിട്ടുണ്ട്. ബുക്കിലുള്ള മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊട്ട് ശ്രദ്ധിച്ചതുമില്ല, അതുപോലെ വായിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ വർഷത്തേക്ക് വീഡിയോ ഒന്ന് മാറ്റി ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. എല്ലാ വിഷയങ്ങളും 7ാം ക്ലാസ്സിൻ്റെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. നമുക്കപ്പോൾ വീഡിയോ മാറ്റി ചെയ്യാവുന്നതാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ പാഠം ഏതായിരുന്നു? സൂറത്തുൽ ഫലക്കിനെ കുറിച്ചിട്ടുള്ള പാഠഭാഗമാണ്. അഊദു ബിറബ്ബിൽ ഫലക്ക്. അപ്പോൾ സൂറത്തിൻ്റെ തഫ്സീർ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഒന്നിച്ചുള്ളൊരു അർത്ഥം പറയാം. നബിയെ, അങ്ങ് പറയുക, പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ കാവലിനെ തേടുന്നു. അവൻ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ദ്രോഹത്തിൽ നിന്ന്, ഇരുളടയുന്ന രാവിൻ്റെ തിന്മയിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരുടെ ദ്രോഹത്തിൽ നിന്നും, അസൂയ പ്രകടിപ്പിച്ചാലുള്ള ദ്രോഹത്തിൽ നിന്ന്. അപ്പോൾ ഇത് നമുക്ക് 5 ആയത്തുകളാണ് വന്നത്. അതിൻ്റെ 5 അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ ആയത്തിനെയും കുറിച്ചിട്ട് അതിലെ വേർഡ്സുകളെ കുറിച്ചും തഫ്സീറായിട്ട് അവസാന ഭാഗം വരുന്നുണ്ട്. അടുത്തത് എന്താണ്? മാ കാലത്ത് ഹാദിഹി സൂറ. ഈ സൂറത്തിൻ്റെ സ്ഥാനം അത് പറയുന്നതാണ് അടുത്ത പാരഗ്രാഫ്. അപ്പം ഞാൻ അതിൻ്റെ ആശയം പറയാം. മുഅവ്വിദത്തൈനിയിൽ അഭയം നൽകുന്ന 2 സൂറത്തുകൾ. മുഅവ്വിദത്തൈനിയിൽ അഭയം നൽകുന്ന 2 സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഫലക്ക്. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. ഈ 2 സൂറത്തുകൾക്കാണ് മുഅവ്വിദത്തൈനി എന്ന് പറയാം. അപ്പം അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫലക്ക്. പ്രഭാതത്തിലും പ്രദോഷത്തിലും 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയവും, അതായത് ഉറങ്ങാൻ കിടക്കുന്ന സമയവും ഈ സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. അതായത് ഫലക്കും നാസും, മുഅവ്വിദത്തൈനിയിൽപ്പെട്ട ഫലക്കും നാസും ഓതല് സുന്നത്താണ്. എപ്പോഴൊക്കെയാണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് രാവിലെയും മഗ്‌രിബ് സമയത്തും, പിന്നെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. മനസ്സിലാക്കുക. പിന്നെയും ഈ സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തായ സമയങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണ്? സിഹ്ർ, അതായത് മാരണം, വിഷം കയറിയതിന്, രോഗം, കണ്ണേറ് തുടങ്ങിയവയ്ക്ക് മന്ത്രിക്കുന്ന സമയത്തും ഈ സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. സിഹ്ർ, വിഷം കയറിയത്, രോഗം, കണ്ണേറ് തുടങ്ങിയവയ്ക്ക് മന്ത്രിക്കുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. ഉഖ്ബത്ത് ബിൻ ആമിർ എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഉഖ്ബ, ഓ ഉഖ്ബത്തെ, ഈ 2 സൂറത്ത്, അതായത് ഫലക്കും നാസും കൊണ്ട് നീ അഭയം തേടുക. കാരണം ഒരു അഭയാർത്ഥിയും ഇവക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. ഓ ഉഖ്ബത്തെ, ഈ 2 സൂറത്തുകൾ കൊണ്ട് നീ അഭയം തേടുക. കാരണം ഒരു അഭയാർത്ഥിയും ഇവക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖ്ബത്തിനോട് പറഞ്ഞത്. ആരോട് പറഞ്ഞു എന്നൊക്കെ എക്സാമിന് ചോദ്യം വരാം, മാച്ച് ചെയ്യാനൊക്കെ വരാം, ആരോട് പറഞ്ഞതാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
എല്ലാ ദിവസവും ഉറങ്ങാൻ തയ്യാറെടുത്താൽ കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുന്നാസ് എന്നിവ ഓതി കൈകളിലേക്ക് ഊതുകയും ശരീരത്തിൽ നിന്നും സാധ്യമായ സ്ഥലത്തെല്ലാം കൈകൾ കൊണ്ട് തടവുകയും ചെയ്യുമായിരുന്നു. അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും സൂറത്തുൽ ഫലക്കും സൂറത്തുന്നാസും ഈ 3 സൂറത്തുകൾ ഓതി കൈകളിൽ ഊതുകയും ശരീരത്തിൽ നമ്മളെ കൈകൊണ്ട് എത്താവുന്ന എല്ലാ സ്ഥലങ്ങളിലും സാധ്യമായ സ്ഥലത്തെല്ലാം കൈകൾ കൊണ്ട് തടവുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. തലയിൽ നിന്ന് തുടങ്ങി മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും തടവും. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. തലയിൽ നിന്ന് തുടങ്ങി മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും തടവും. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി കൈകൾ കൊണ്ട് ശരീരം മുഴുവനും 3 പ്രാവശ്യം തടവുമായിരുന്നു. നുസുലു ഹാദിഹി സൂറ, ഈ സൂറത്തിൻ്റെ അവതരണം, അതായത് ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം അതാണ് ഇവിടെ പറയുന്നത്. നന്നായി മനസ്സിലാക്കാം. ജൂതന്മാരിൽ ഏറ്റവും കൂടുതൽ മാരണം ചെയ്യുന്നയാളായിരുന്നു ലബീദ് ഇബ്നു അഅ്സം. ലബീദ് ഇബ്നു അഅ്സം മനസ്സിലാക്കി പഠിക്കുക. ജൂതന്മാരിൽ ഏറ്റവും കൂടുതൽ മാരണം ചെയ്യുന്നവരെ സിഹർ ചെയ്യുന്നവരായിരുന്നു ആര്? ലബീദ് ഇബ്നു അഅ്സം. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിൽ യഹൂദി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി സിഹർ ചെയ്യാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഹിജ്റയുടെ 7-ാം വർഷം സിഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സിഹർ ചെയ്യാൻ യഹൂദി നേതാക്കൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു. കാരണം ആ നേതാക്കൾ ചെയ്ത സിഹറൊന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല. യഹൂദി നേതാക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സിഹർ ചെയ്തിരുന്നു. അതൊന്നും ഫലം കാണാതെ വന്നപ്പോൾ യഹൂദികൾ ലബീദ് ഇബ്നു അഅ്സമിനെ സമീപിക്കുകയാണ് ചെയ്തത്. അത് ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലായിരുന്നു. അവർ സിഹർ ചെയ്യാൻ അദ്ദേഹത്തിന് സലാസത്തു ദനാനീർ 3 ദിനാർ നിശ്ചയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സിഹർ ചെയ്യാൻ അദ്ദേഹത്തിന് 3 ദിനാർ നിശ്ചയിച്ചു. അങ്ങനെ ലബീദും കെട്ടുകളിൽ ഊതുന്ന, അതായത് മാരണക്കാർ ചെയ്യുന്നത് പോലെ ചരടിൽ കെട്ടിട്ട് ഊതുക, അതാണ് കെട്ടുകളിൽ ഊതുന്ന എന്ന് പറയുന്നത്. ലബീദും അവൻ്റെ പെൺമക്കളും അക്കാര്യം ഏറ്റെടുത്തു. ഒരു ചരടിൽ അവൻ നബിക്കെതിരെ സിഹർ ചെയ്തു. ആ ചരടിൽ 11 കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് തിരുദൂതരുടെ രൂപം ഉണ്ടാക്കുകയും അതിൽ 11 സൂചികൾ കുത്തിവെക്കുകയും ദർവാൻ എന്നറിയപ്പെടുന്ന കിണറ്റിൽ ഇവയെല്ലാം കുഴിച്ചിടുകയും ചെയ്തു. അപ്പോൾ ഈ ബുക്കിൽ അരീസ് എന്നാണ്, അത് അച്ചടിയിൽ വന്നതാണ്, മിസ്റ്റേക്കാണ്. അപ്പോൾ ദർവാൻ എന്നറിയപ്പെടുന്ന കിണറാണ്. അരീസ് എന്ന കിണർ നബിയുടെ മോതിരം വീണുപോയ കിണറിൻ്റെ പേരാണ് ബിർ അരീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം വീണുപോയ കിണറാണ്. അപ്പോൾ ഇവിടെ ലബീദ് ഇബ്നു അഅ്സം തൻ്റെ സിഹറുകൾ മൂടി വെച്ചത് ദർവാൻ ബിർ ദർവാൻ എന്ന കിണറ്റിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. 11 കെട്ടുകളാണ് ചരടിൽ കെട്ടിയത്. അതുപോലെ മെഴുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമുണ്ടാക്കി അതിൽ 11 സൂചികൾ കുത്തിവെക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ലബീദ് ഇബ്നു അഅ്സം
സിഹർ ചെയ്തത് മനസ്സിലാക്കാം. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അള്ളാഹു ഈ സംഭവം ലബീദ് ബിൻ അഅ്സം സിഹർ ചെയ്തതിന്റെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഅവ്വിദത്തൈനി സൂറത്തുകളുമായി ഇറങ്ങി വന്നു. സൂറത്തുൽ ഫലക്കിലെ 5 ആയത്ത്, അൽ ഫലക്കു 5 ആയത്ത്, സൂറത്തുൽ ഫലക്കിലെ 5 ആയത്ത്, സൂറത്തുൻ നാസിലെ 6 ആയത്ത്, അതാണ് മുഅവ്വിദത്തൈനി എന്നറിയപ്പെടുന്നത്. അവ രണ്ടും കൂടി 11 ആയത്തുകളാണ്. അത് രണ്ടും കൂടി 6, 5, 11 ആയത്തുകളാണ് മുഅവ്വിദത്തൈനി. മനസ്സിലാക്കുക, ചോദ്യം വരാം. മുഅവ്വിദത്തൈനി എത്ര ആയത്തുകൾ? 11 ആയത്തുകൾ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ 2 സൂറത്തുകൾ കൊണ്ട് നബി തങ്ങൾ രക്ഷ നേടി. ഈ 2 സൂറത്തുകൾ കൊണ്ട് നബി തങ്ങൾ രക്ഷ തേടി. അങ്ങനെ ഓരോ ആയത്ത് ഓതുന്ന സമയവും ഓരോ കെട്ടുകൾ അഴിഞ്ഞു പോവുകയും ആശ്വാസം വരികയും ചെയ്തു. ഓരോ സൂചി ഊരിയെടുക്കുന്ന സമയത്തും ശരീരത്തിന് സൗഖ്യവും ലഭിച്ചു. അങ്ങനെ കെട്ടുകയറിൽ നിന്നും ഊരിവിട്ട പോലെ പൂർണ്ണ ആശ്വാസം വന്നു. അപ്പൊ എത്രയാണ് പാഠഭാഗം പറയുന്നത്? ഇനി അതിന്റെ ഫലക്ക്, സൂറത്തുൽ ഫലക്കിന്റെ തഫ്സീറുകളാണ്. കുൽ, നബിയെ പറയുക, അഊദു, ഞാൻ അഭയം തേടുന്നു, ബിറബ്ബിൽ ഫലക്ക്, പ്രഭാതത്തിന്റെ റബ്ബിനോട്, മിൻ ശർരി മാ ഹലക്ക്, അവൻ സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും ഷർറിൽ നിന്ന്, വമിൻ ശർരി ആസിഖിൻ, മൂടിയ രാത്രിയുടെ ഷർറിൽ നിന്നും, ഇദാ വഖബ്, അത് ഇരുട്ടിൽ പ്രവേശിക്കുമ്പോൾ, വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ, സിഹർ ചെയ്യുന്നവരുടെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ഹാസിദിൻ, അസൂയക്കാരൻ്റെ ഷർറിൽ നിന്നും, ഇദാ ഹസദ്, അവൻ അസൂയ പ്രകടിപ്പിക്കുമ്പോൾ. അപ്പോൾ ഈ ഷർറിൽ നിന്നെല്ലാം രക്ഷ തേടുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തഫ്സീർ നന്നായിട്ട് പഠിക്കുക. ഇദാ വഖബ് എന്നതിൻ്റെ തഫ്സീർ എഴുതുക എന്നൊക്കെ പറഞ്ഞ് എക്സാമിന് ചോദ്യം വരാം. അല്ലെങ്കിൽ അത് ഇരുട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്തിൻ്റെ തഫ്സീറാണ്? ഇദാ വഖബ് മാച്ച് ചെയ്യാനൊക്കെ വരാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. മആനിൽ കലിമാത്ത്, പാഠത്തിലെ മആനിൽ കലിമാത്തുകളെ അർത്ഥങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക എല്ലാ പാഠഭാഗത്തിലെയും. അപ്പോൾ നമ്മൾ എല്ലാ പാഠത്തിൻ്റെയും വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഇതുപോലെ മാറ്റിയിടേണ്ട ഏതെങ്കിലും പാഠഭാഗങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് അറിയിക്കുക, കമൻ്റായിട്ട് അറിയിക്കാം. ഇനി മെസ്സേജായിട്ട് ചെയ്യേണ്ടവർ, കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർ മെസ്സേജ് ചെയ്യാം. 82 89 89 29 85 അതിലേക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ 7ാം ക്ലാസ്സാണ്, പൊതുപരീക്ഷയാണ്. ആദ്യം മുതൽക്ക് തന്നെ ശ്രദ്ധിച്ച് നന്നായി പഠിച്ചാൽ നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഹാഫ് എക്സാമിൻ്റെ മാർക്ക് കൂടി പൊതുപരീക്ഷയ്ക്ക് പരിഗണിച്ചാണ് നിങ്ങൾക്ക് സി മാർക്കൊക്കെ നൽകുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കുക. പൊതുപരീക്ഷ ലാസ്റ്റ് അല്ലാതെ അവസാനം പഠിച്ചാൽ പോരെ എന്നൊന്നും കരുതണ്ട. ഹാഫ് ഇയർലിയുടെ മാർക്ക് കൂടി പരിഗണിച്ചാണ് നിങ്ങൾക്ക് സി മാർക്കൊക്കെ നൽകുക. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്കതിൻ്റെ തദ്രിബാത്തൊക്കെ നോക്കാം. പിന്നെ ഇതിലെ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങൾ: സൂറത്തുൽ ഫലക്ക് ഓതൽ സുന്നത്തായ സമയങ്ങൾ ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചായുന്ന സമയം എന്തായിരുന്നു ചെയ്തിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്ത യഹൂദി ആരായിരുന്നു? എങ്ങനെയാണ് യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തത്? ഇത്രയും കാര്യങ്ങൾ പാഠത്തുനിന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദി ചെയ്ത സിഹറിൽ നിന്ന് രക്ഷ നേടിയത്? അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. തദ്രിബാത്തിലേക്ക് കടക്കാം. തദ്രിബാത്തിൽ ആദ്യം നഖ്റഉ. അപ്പോൾ അതൊക്കെ ജംഅുകളാണ് ഇവിടെ നഖ്റഉ വായിക്കാനുള്ളത് പറയുന്നത്. നഫാസത്തുൻ ജംഅ് നഫാസാത്തുൻ, ഉഖ്ദത്തുൻ ജംഅ് ഉഖ്ദ്. അപ്പോൾ അതൊക്കെ അങ്ങനെ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, ജംഅുകളൊക്കെ വരുന്നത്. അടുത്തത് നുഇദ്ദുൽ ജുംല. നുഇദ്ദുൽ ജുംല വാചകം തയ്യാറാക്കാനാണ്. ഇഹ്ദ എന്നുള്ള
ഒരു വാക്ക് വെച്ചിട്ട് വാചകം തയ്യാറാക്കണം അറബിയിൽ. അപ്പൊ ഒന്ന് പാഠഭാഗത്തിലേക്ക് വന്ന് നോക്കൂ. ഇഹ്ദൽ മുഅവ്വിദത്തൈൻ, ഇഹ്ദ വന്ന ഒരു വാചകം, ഇഹ്ദൽ മുഅവ്വിദത്തൈൻ അതെഴുതാം. അടുത്തത് ഇന്ദ. ഇന്ദ വെച്ചിട്ട് നമുക്കൊരു വാചകം പാഠത്തു നിന്ന് തന്നെ പോയി ഉണ്ടാക്കാം. ഇവിടെ വന്നില്ല, ഇന്ദൽ ഇവാഇ, ഇന്ദൽ ഇവാഇ വഇന്ദൽ റുഖിയ്യത്തി മിനസ്സിഹിരി. അപ്പോൾ ഇതിലേതെങ്കിലും ഇന്ദൽ റുഖിയ്യത്തി മിനസ്സിഹിരി എന്ന് എഴുതാം. വഇന്ദൽ ഇവാഇ ഇലൽ ഫിറാഷി, അപ്പോൾ അത് അവിടേക്ക് എഴുതാം. മൂന്നാമത്തെ യാ. യാ വെച്ചിട്ട് എന്താ എഴുതാം? യാ റസൂലുള്ളാഹ്. പാഠഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്താണുള്ളത് നമുക്ക് പോയി നോക്കാം. യാ ഉഖ്ബ, ഓ ഉഖ്ബ, അപ്പം അത് അവിടെ എഴുതാം. അടുത്തത് ഹുമ. ഹുമ എന്താ? ഹുമ ഇഹ്ദ അശ്റ ആയ, രണ്ടും കൂടെ 11 ആയത്തുണ്ടെന്നാണ്. അപ്പം അത് അവിടെ എഴുതാം. ഹുമ ഇഹ്ദ അശ്റ ആയ. അടുത്തത് കുല്ലമ. കുല്ലമ, കുല്ലമ വെച്ചിട്ട് നമ്മൾ ഫകുല്ലമ ഖറ ആയതം മിൻഹുമ ഇഹല്ലത്ത് ഉഖ്ദ. അതുപോലെ തന്നെ ഇവിടെ കുല്ലമ നസ ഇബ്റതം വഹദ ബഅദഹാ റാഹത്തൻ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് അവിടെ എഴുതാം. അടുത്തത് എന്താണ്? നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലേതുപോലെ എഴുതാൻ. കാന നബീലുൻ അലമ നാസി, കാന നബീലുൻ അലമ നാസി. അതുപോലെ കാന ലബീദുൻ, കാന ലബീദുൻ, കാന ലബീദുൻ അസ്ഹറൽ യഹൂദി. അത് എഴുതാം നമുക്ക് അവിടെ. കാന ലബീദുൻ അസ്ഹറൽ യഹൂദി. അടുത്ത കാന അലിയുൻ. അടുത്തത് കാന അലിയുൻ. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? കാന അലിയുൻ അഹ്സനുൽ വദി, കാന അലിയുൻ അഹ്സനുൽ വദി. അടുത്ത കാന ഹുസൈൻ. അപ്പൊ എന്ത് എഴുതാം? കാന ഹുസൈൻ അഹ്ഫളുൻ നാസി, അഹ്ഫളുൻ നാസി, കാന ഹുസൈനുൻ അഹ്ഫളുൻ നാസി എന്ന് എഴുതാം. അടുത്ത നക്തുബുൽ മായന, അർത്ഥം എഴുതാനാണ്. ഫലക്കുൻ പ്രഭാതം, ഫലക്കുൻ പ്രഭാതം. ആഷിക്കുൻ ഇരുൾ മുറ്റിയ രാത്രി, ആഷിക്കുൻ ഇരുൾ മുറ്റിയ രാത്രി. ഫിറാഷുൻ, ഫിറാഷുൻ വിരിപ്പ്. അടുത്തത് റുഖിയ്യത്തുൻ മന്ത്രം. സുമ്മുൻ വിഷം. സഖമുൻ രോഗം. മുതഅവ്വിദുൻ അഭയം തേടുന്നവൻ. വത്തറുൻ ഞാണ്. ഉഖ്ദത്തുൻ കെട്ടുകൾ, ഉഖ്ദത്തുൻ കെട്ടുകൾ. സംഉൻ മെഴുക്, സംഉൻ മെഴുക്. ഇബ്റത്തുൻ സൂചി, ഇബ്റത്തുൻ സൂചി. വത്തറുൻ ഇവിടെ വന്നതാണ് ഞാണ്. അടുത്തത് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം ഏതാണ്? മാ ഔഖാത്തുൽ ലത്തി തുത്ലബു ഫീഹ ഖിറാഅത്തുൽ ഫലക്കി വന്നാസ്. സൂറത്തുൽ ഫലക്ക്, നാസ് എന്നിവ ഓതൽ സുന്നത്തായ സമയങ്ങൾ എപ്പോഴൊക്കെ എന്നാണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലും 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും സിഹ്ർ, വിഷം കയറിയത്, രോഗം, കണ്ണേറ് തുടങ്ങിയവക്കും മന്ത്രിക്കുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ സമയങ്ങളെ മുഴുവനായിട്ട് മനസ്സിലാക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും 5 വക്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും പിന്നെ സിഹറിനും വിഷം കയറിയതിനും രോഗം, കണ്ണേറ് തുടങ്ങിയവക്ക് മന്ത്രിക്കുന്ന സമയത്തും ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? മാതാ കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവ ഇലാ ഫിറാഷി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്? എന്താണ് ചെയ്യാറുണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈകളും കൂട്ടിപ്പിടിച്ച് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്ക് ഈ 3 സൂറത്തുകൾ ഓതി കൈകളിലേക്ക് ഊതി കൈകൾ ശരീരത്തിലെത്താവുന്നിടത്തൊക്കെ തടവി
തടവുമായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിലേക്ക് ചായുന്ന സമയം സൂറത്തുൽ ഇഖ്ലാസ്, നാസ്, ഫലക്ക് ഈ 3 സൂറത്തുകളും ഓതി കൈകൾ കൂട്ടിപ്പിടിച്ച് അതിലേക്ക് ഊതി കൈകൾ എത്താവുന്നിടത്തൊക്കെ കൈകൾ കൊണ്ട് തടവുമായിരുന്നു. അടുത്തത് മനിൽ യഹൂദിയില്ലദി സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്ത ജൂതൻ ആരായിരുന്നു? ലബീദ് ഇബ്നു അസം. അതായത് അടുത്തത് കൈഫ സഹറൽ യഹൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതൻ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തത്? എങ്ങനെയാണെന്നോ, ചരടിൽ 11 കെട്ടുകൾ കെട്ടിയും മെഴുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപമുണ്ടാക്കി അതിൽ 11 സൂചികൾ കുത്തിയുമാണ് സിഹർ ചെയ്തത്. അതായത് അടുത്തത് കൈഫ ജഅലല്ലാഹു ലബീദ് ഇബ്നു അസം ഫീ ഹൈബത്തിൻ വഫളീഹത്തിൻ ഫീ സിഹരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്ത ലബീദ് ഇബ്നു അസം എങ്ങനെയാണ് ലബീദ് ഇബ്നു അസനെ ദുരവസ്ഥയിലാക്കിയതും പരാജയപ്പെടുത്തിയതും എങ്ങനെയായിരുന്നു? അള്ളാഹു എങ്ങനെയാണ് ലബീദ് ഇബ്നു അസമിനെ മാനക്കേടിലാക്കിയത് എന്നാണ്. എങ്ങനെയാണ് അള്ളാഹു ലബീദ് ഇബ്നു അസം സിഹർ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. സംഭവവും അതിൻ്റെ സ്ഥലവുമെല്ലാം നബി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഅവ്വിദത്തൈനി സൂറത്തുകളുമായി ഇറങ്ങി വന്നു. സിഹർ ബാത്തിലായി. ഇങ്ങനെയാണ് ലബീദ് ഇബ്നു അസം മാനക്കേടിലായത്. അപ്പം നമുക്ക് പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി. സിഹർ ബാത്തിലാകലോടെയാണ് ലബീദ് ഇബ്നു അസം മാനക്കേടിലായത്. അള്ളാഹു ഈ സംഭവവും അതിൻ്റെ സ്ഥലവുമെല്ലാം നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുഅവ്വിദത്തൈനി സൂറത്തുകളുമായി ഇറങ്ങി വന്നു. അത് എഴുതിയാൽ മതി. പിന്നെ ലബീദ് ഇബ്നു അസമിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, ലബീദ് ഇബ്നു അസം ഒരു അടിമയുടെ കാതിൽ 1 ദീനാറ് വിലമതിക്കുന്ന കമ്മൽ കണ്ട് ആ അടിമയെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിൻ്റെ ചെവിയടക്കം ആ കമ്മൽ മുറിച്ചെടുത്തു. അത് കാരണം അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും കൈകൾ മുറിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം മരണപ്പെടുകയും നിന്ദ്യനാവുകയും അപമാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. അടുത്ത വരുന്നത് തഹസീസാണ്, പ്രവർത്തനമാണ്. എന്താണ്? നൊയ്ദ തഫ്സീർ സൂറത്തുൽ ഫലക്കി ഫീ ലുഅത്തിന. നമ്മുടെ ഭാഷയിലേക്ക് സൂറത്തുൽ ഫലക്കിൻ്റെ തഫ്സീർ, നമ്മൾ പാഠഭാഗത്തിൽ തഫ്സീർ വന്ന ആ ഭാഗം നമ്മുടെ ഭാഷയിലേക്ക് അറബി മലയാളത്തിലേക്ക് എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ തഫ്സീർ വന്നത് എഴുതിയാൽ മതി. അടുത്ത എന്താ വരുന്നത്? നൊയ്ദ ഫിക്ര അൻ സിഹ്റിൻ ലബീദ് ഇബ്നു അസം. ലബീദ് ഇബ്നു അസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞത് നമ്മൾ ആ ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്. ജൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സിഹർ ചെയ്യുന്ന ആളാണ് ലബീദ് ഇബ്നു അസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗം വോയിസ് ചെയ്തത്. ആ ഭാഗം പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കിയിട്ട് എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തത് മെഴുകിൽ തീർത്ത് 11 ആണികളൊക്കെ തറച്ച ആ ഭാഗം നന്നായി മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.